നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഞെട്ടിക്കുന്നൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാലമായി ഒരുപാട് പേര് ചോദിച്ച ഫീച്ചറാണ്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് അത് നിർത്തിവെച്ച ഫീച്ചറായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വാട്സപ്പിൽ വരുന്ന എല്ലാ പുതിയ ഫീച്ചറുകളും വളരെ നേരത്തെ ലഭിക്കുന്നൊരു ഫീച്ചറാണ് വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ. ഇനി എല്ലാവർക്കും ബീറ്റ വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഒരു ഒളിഞ്ഞിരിക്കുന്ന സെറ്റിങ്സ് ഉണ്ട്, അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കും ഇനി വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ബീറ്റ വേർഷൻ കൊണ്ട് ഉപയോഗം എന്താണ് ബീറ്റ വേർഷൻ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് കാണുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ സെറ്റിങ്സ് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും വലതുഭാഗത്ത്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓപ്പൺ ആയി വരുന്നത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏർലി ആക്സസ് ടു ഫീച്ചേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇത് നമ്മൾ എനേബിൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ബീറ്റ വേർഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഓരോ പുതിയ അപ്ഡേറ്റും ബീറ്റ വേർഷൻ എനേബിൾ ചെയ്ത ആളുകൾക്കാണ് ഓരോ പുതിയ ഫീച്ചറുകളും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നത്. എന്നാൽ ഈ ബീറ്റ വേർഷൻ നേരത്തെ ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് വാട്സപ്പ് ബീറ്റ വേർഷൻ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് ഓൾറെഡി ബീറ്റ വേർഷനാണ്. ഇവിടെ കാണാം വാട്സപ്പ് മെസ്സഞ്ചർ ബീറ്റ എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ ചിലപ്പോൾ ബീറ്റ എന്ന് കാണില്ല, കാരണം നിങ്ങൾ ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യാത്തതുകൊണ്ട്. അത്തരം ആളുകൾക്ക് വാട്സപ്പ് കൊണ്ടുവന്ന ഫീച്ചറാണ് ഈ ഒരു ഏർലി ആക്സസ് ടു ഫീച്ചർ എന്നുള്ള ഈ ഒരു ഫീച്ചർ. ഇതുകൊണ്ടുള്ള ഗുണം, നമുക്ക് വാട്സപ്പ് എന്തെങ്കിലും ഫീച്ചറുകൾ ആദ്യം കൊണ്ടുവരുന്നത് ഇത്തരം ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. അതായത് നിങ്ങൾ വാട്സപ്പിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പം ആദ്യം ബീറ്റ വേർഷനിലേക്കാണ് കൊണ്ടുവരിക. ബീറ്റ വേർഷൻ ഉപയോഗിച്ച ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എല്ലാ വാട്സപ്പ് ഉപഭോക്താക്കൾക്കും വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ കൊടുക്കുക. അപ്പോൾ അത് പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് കിട്ടും. അപ്പോൾ വർഷങ്ങളോളമായിട്ട് അത് നിർത്തിവെച്ചിരുന്നു. പുതിയ ആളുകൾക്കൊന്നും അത് ജോയിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. നേരത്തെ അത് പ്ലേ സ്റ്റോറിൽ തന്നെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ വാട്സപ്പ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇവിടെ കാണാം ഏർലി ആക്സസ് ടു ഫീച്ചേഴ്സ് എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജോയിൻ ദ ബീറ്റ പ്രോഗ്രാം എന്ന് കാണും. ഇവിടെ തന്നെ കാണാം വിത്ത് ദിസ് ഓൺ യു ആൾ ട്രൈ ന്യൂ വാട്സപ്പ് ഫീച്ചേഴ്സ് എന്നവിടെ കാണാൻ സാധിക്കും. ഇത് വാട്സപ്പിൻ്റെ ഫീച്ചറുകൾ റിലീസാകുന്നതിന് മുന്നേ നമ്മുടെ മുന്നിലേക്ക്, അതായത് ബീറ്റ വേർഷൻ എനേബിൾ ചെയ്ത ആളുകളിലേക്ക് ഈ ഫീച്ചർ എത്തിക്കുമെന്നാണ് വാട്സപ്പ് കാണിക്കുന്നത്. വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വാട്സപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു സ്ലോ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വാട്സപ്പ് മുന്നറിയിപ്പ് നൽകുന്നതാണ്. എന്നാൽ വാട്സപ്പിൽ സാധാരണയായിട്ട് ഇപ്പോൾ ഞാൻ വർഷങ്ങളോളമായിട്ട് ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്ന ആളാണ്. ഇത്തരത്തിലൊരു പ്രശ്നം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബീറ്റ വേർഷൻ ഉപയോഗിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടെ വരിക, ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ എനേബിൾ ചെയ്ത ആളായതുകൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചർ ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.